വേർട്ടസ് GTയിൽ ഞാൻ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാണിച്ചു തരാം. ഇങ്ങനെ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ക്രൂയിസ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യണ ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഫ്രണ്ടേ പോണ വണ്ടി ഇപ്പം നമ്മളിപ്പം ബ്രേക്ക് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെറ്റ് കൊടുക്കണമല്ലോ. അത് കൊടുക്കാതിരിക്കും നമുക്ക് ക്രൂയിസ് കൺട്രോൾ 10 മൈനസ് ചെയ്താൽ മതി. ഇപ്പം 60 പോണ വണ്ടി 70 കൊടുക്കൂ, നമ്മളിതാ അത് കൊടുക്കുമ്പോൾ 50 കൊടുക്കുമ്പോൾ വണ്ടി നൈസിനങ്ങ് സ്ലോ ആകും കേട്ടോ. അത് കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് 60 കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്പീഡ് കൂട്ടാം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് 60 കൊണ്ടുപോയാൽ വണ്ടി നൈസിന് കുറഞ്ഞ 60 വരും. അതായത് ഫ്രണ്ടിൽ നമുക്ക് അങ്ങ് പോകുമ്പോൾ ഇപ്പം നമുക്ക് അവിടെ വരണ വഴിക്ക് ബാരിക്കേഡ് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ച് ഇപ്പുറത്തെ ട്രാക്കിൽ കയറി. ഇപ്പുറത്തെ ട്രാക്കിലാണ് ഞാൻ പൊയ്ക്കൊണ്ടുവന്നത്. ഇപ്പം തിരിച്ച് എനിക്ക് അപ്പുറത്തെ ട്രാക്കിൽ കയറാൻ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അവിടെ കയറിയിട്ട് ഇപ്പുറത്ത് കയറണമെന്നാണ്. ഇപ്പം ബാക്കിൽ വരണ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് കയറാനായിരിക്കും ഒരു പ്ലാൻ. അപ്പം ഞാൻ ഒന്ന് കുറച്ച് കൊടുക്കും. അപ്പോൾ സ്പീഡ് 50 കൊടുക്കുമ്പോൾ അവർക്ക് ഓവർടേക്ക് ചെയ്തിട്ട് കയറി പോകാൻ പറ്റും. കറക്റ്റ് കിടിലൻ ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 70 അല്ലെങ്കിൽ 80 കയറിയിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ കയറുന്നു. ബാക്കിൽ വണ്ടിയൊന്നുമില്ല, ജസ്റ്റ് കയറി ഓവർടേക്ക് ചെയ്തിട്ട് 2 സ്പീഡ് കുറച്ച് പതുക്കെ ഇപ്പുറത്തായിട്ട് വെക്കുന്നു. കാലും കൊടുക്കണ്ട, ബ്രേക്കും കൊടുക്കണ്ട, സുഖമായിട്ട് ഓടിക്കുക. നമ്മൾ ബ്രേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അവിടെ ക്രൂസ് കൺട്രോൾ കട്ടാവും. നമ്മൾ തിരിച്ച് സെറ്റ് കൊടുക്കുമ്പം ആ ഒരു സ്പീഡിലോട്ട് പോകും. ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 67, 68, 69, 68, 67, 66 ഇങ്ങനെ പോകും. ഇത് കൊടുക്കണമെങ്കിൽ 10 വെച്ച് കൂടി പോകും. 70, 80, 90, 100, 110, 120, 130 പോലെ 120 തന്നെ മാക്സിമം വണ്ടി കയറി പോകണം. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ 3 എണ്ണം അടിച്ച് കൊടുത്താൽ വണ്ടി കുറഞ്ഞ് തിരിച്ച് 90, 80, 70 അങ്ങനെ പോകും. കണ്ട 20 സ്പീഡായി. പക്ഷേ നമ്മുടെ സ്പീഡ് നല്ല കൂടിയതുകൊണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് പരിപാടി. ടക്കനെ കൊണ്ടങ്ങ് കുറയില്ല. ഓക്കെ, ഇതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ കുറേയധികം ഉപയോഗങ്ങൾ കേട്ടോ. ഹൈവേയിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 70 പിടിച്ചിട്ട് പോകണമെങ്കിൽ 2 സിലിണ്ടർ മോഡ് ആക്ടിവേറ്റ് ആകും കേട്ടോ. അപ്പോൾ ഞാൻ 40 ഇങ്ങനെ ഒരു 60, 70 കൊടുത്തിട്ട് സെറ്റ് കൊടുക്കണം. ഞാൻ ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് സെറ്റ് കൊടുക്കുമ്പോൾ 2 സിലിണ്ടർ മോഡിൽ തന്നെ 36, 40 മൈലേജ് കാണിച്ച് പോകും. ഇപ്പോൾ 11.1 കാണിക്കുന്നത്. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഈ ഹൈവേ ഒക്കെ ചവിട്ടി പിടിച്ചപ്പോൾ എനിക്ക് 4, 5 ഒക്കെയാണ് കേട്ടോ കാണിച്ചത്. ഇപ്പോൾ 11 കാണിക്കുകയാണ്. നോർമലി മര്യാദയ്ക്ക് പോവാം. ഓക്കെ, ഇതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ ഉപയോഗം. വണ്ടികൾ തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രൂയിസ് കൺട്രോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മളല്ലാതെ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ക്രൂയിസ് കൺട്രോളിൽ നമുക്ക് സ്പീഡ് കുറച്ചാൽ ബ്രേക്ക് പേഡ്സിന് കുറച്ചുകൂടെ ലൈഫ് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത്രയും ഡിസ്റ്റൻസ് വേണം. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇൻഡിക്കേറ്റേഴ്സ് ഇടാത്തത്. മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒന്ന് ക്രൂയിസ് കൺട്രോളർ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്.